കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്ന് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിന് പാടി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയണം. ഇന്ന് പകൽക്കാലം നിറഞ്ഞ് കവിയുന്ന ഒരു നല്ല ഹൃദയവുമായി ദൈവസന്നിധാനമായിരിക്കുമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ വിടുവിക്കും. നമ്മുടെ സമസ്ത വിഷയങ്ങൾക്കും മറുപടി ആൻസർ തന്ന് നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുന്നതായ നല്ല ഗാനങ്ങളെ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് കരുണ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല സംഘത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആലോചന നൽകി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 30-ാം സംഘത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പാടുന്നു: നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട അഴിച്ചു. എന്തിനു വേണ്ടിയാണ്? ഞാൻ മൗനമായി ഇരിക്കാതെ നിനക്ക് സ്തുതി പാടുവാൻ. രട്ട അഴിച്ചവര്, വിലാപത്തെ നൃത്തമാക്കിയവര് ഇന്ന് പകൽക്കാലം മൗനമായി ഇരിക്കാതെ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ, അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ഉയരത്തിൽ നിന്നും മറുപടി ആശ്വസിച്ച് ആത്താഹേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. അതിന് യാതൊരു സംശയമില്ല. ആകയാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം, ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ 2-3 വാക്യങ്ങളാണ് ഒരുമിച്ച് വായിച്ചാട്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളെ, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. മതി 24-6 വായിച്ചേ. ആ മതി. അടുത്ത വാക്യം, മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വാക്യമായിരുന്നു ആദ്യം വായിക്കാൻ ഞാൻ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യെസ്. ഇനി മാർക്കോസ് സുവിശേഷം വായിച്ചല്ലോ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. മതി. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് 4 ഭാഗത്ത് നിന്നുകൊണ്ട് 4 പേരെ എഴുതുന്നതാണ് 4 സുവിശേഷങ്ങൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് ക്രിസ്തുയേശുവിൽ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നു. ആകയാൽ എന്താണ് സുവിശേഷം? ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ അവർ 4 വശങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയതാണ് 4 സുവിശേഷങ്ങൾ. വർക്ക് ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ശ്രദ്ധിക്കുക, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, ഈ 3 ഭാഗത്തു നിന്നാണ് നമ്മൾ വായിച്ചത്. 3 പേരും
വായിച്ച ആ 3 ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് നിൽക്കുന്നത്. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ളതാണ് ആ സുവിശേഷത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് പ്രധാനമായിരിക്കുന്ന വാക്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. AD 63 കർത്താവിൻ്റെ ദാസൻ അഥവാ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് എഴുതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അവിടെ പറയുന്നത് ക്രമമായും സൂക്ഷ്മമായും പഠിച്ചിട്ട് പരിശോധിച്ചിട്ട് എഴുതിയിരിക്കുന്നതായ ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളെക്കാൾ അനേകത വ്യത്യസ്തമായ പല കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് മാറുകയാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എഴുതാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായവും മത്തായി സുവിശേഷം 28-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 20-21 ഈ അധ്യായങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 24-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ കാണുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കുക, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കുക, 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും സലോമയും ഒരിടത്തും വേർത്ത് വന്നില്ല. ഇവർ 3 പേരും കൂടി അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന്മേൽ സുഗന്ധവർഗം പുരട്ടുവാൻ വേണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ മതിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വിഷയമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ കഴിഞ്ഞ അഥവാ വെള്ളിയാഴ്ച ദിവസം മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 60, 61, 66 വാക്യം വായിച്ച്, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. മതി. 66-ാമത്തെ വാക്യം കൂടെ. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ശ്രദ്ധിക്കണമേ, വെള്ളിയാഴ്ച ദിവസം ഈ സഹോദരിമാർ കണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? കല്ലറയ്ക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു. 66-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുദ്രയും വെച്ചിരുന്നു. റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര പൊട്ടിക്കുവാൻ ലോകത്തിലെ ഒരു കാര്യത്തിലും കഴിയത്തില്ല. അങ്ങനെയുള്ളതായ വിഷയത്തിൻ്റെ മുമ്പിലാണ് അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഇവിടെ പോവുക കല്ലറയ്ക്കലേക്ക് ഈ സഹോദരിമാർ ഓടിപ്പോകുന്നത്. എന്താണ് അതിന് കാരണം? മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നതിന് കാരണം 7 ഭൂതങ്ങൾ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ ഓടിപ്പോകുകയാണ്. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ആരും ശവക്കല്ലറ അഥവാ പോകത്തില്ല. എന്നാൽ അവളെ ദൈവസ്നേഹം അകത്തു തോന്നിയപ്പോൾ അവൾക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. അവൾ അധികാലത്ത് സുഗന്ധവർഗം എടുത്തുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് ചെന്നിച്ച ഒരു കാര്യമുണ്ട്. ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് ഏതെല്ലാം വിഷയമായി അവിടെ കടന്നു വന്നിട്ടുണ്ടോ അതിലെല്ലാം നോക്കുക, കല്ല് ആര് ഉരുട്ടി മാറ്റും? ആരാണിതെല്ലാം പരിഹാരം തരുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിന് മേൽ, ജോലിയുടെ വിഷയത്തിന് മേൽ, കടഭാരത്തിന്റെ മേൽ, തന്നുമല്ല തലമുറയുടെ മേൽ, ഈ വിഷയങ്ങൾക്കെല്ലാം ആര് മറുപടി നൽകും? ശ്രദ്ധിക്കുക, അവിടെ ചെല്ലുമ്പോൾ അവർ കണ്ടതെന്നറിയാമോ? കല്ല് ഉരുട്ടി മാറ്റതായി കണ്ടു. എങ്ങനെയാണ് കല്ല് ഉരുട്ടി മാറ്റത്? അവിടെയാണ് നമ്മൾ വായിച്ചത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം വായിച്ച്. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വിളക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ശ്രദ്ധിക്കണമേ, മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ശ്രദ്ധിക്കുക,
ദൈവത്തിന്റെ പൈതലേ, നമുക്ക് മുന്നോട്ട് വിടാതെ വണ്ണം നമ്മെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും, ഏത് പർവ്വതമായിരുന്നാലും, ഏത് കല്ലായിരുന്നാലും ദൈവത്തിന്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്നാൽ ദൈവത്തിന് അതൊരു വിഷയമല്ല. കാരണം അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, സകലത്തെ ഉണ്ടാക്കിയവനാണ്. വാനവും വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സർവചരാചരങ്ങളും ഉണ്ടാക്കിയവനെ, ഹല്ലേലൂയ, അവൻ ഇതൊരു വിഷയമല്ല, ഒരു കല്ലല്ല, ഇമ്മിരൽ മുദ്രയല്ല. ദൈവത്തിന്റെ പൈതലേ, ദൈവമാരാണെന്ന് നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാത്മാവിലേക്ക് അവന്റെ വലിപ്പവും അവന്റെ പ്രവൃത്തിയും നമുക്കൊന്ന് ഉൾക്കൊള്ളുവാൻ തയ്യാറായാൽ നമ്മുടെ സമസ്ത വിഷയങ്ങൾക്കും അവൻ മറുപടി തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക, അവരെന്ത് ചെയ്തു? തന്റെ ദൂതനെ അയച്ച് കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി. ശ്രദ്ധിക്കുക, എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ കല്ല് തിരിച്ചു വരാതിരിക്കേണ്ടതിന് വേണ്ടി ദൂതന കല്ലിന്മേൽ ഇരിക്കുകയാണ്. കാരണം ദൈവം നമ്മെ സൗഖ്യമാക്കിയാൽ, ദൈവം നമ്മെ വിടുവിച്ചാൽ, ദൈവം നമ്മുടെ വിഷയത്തിന് പരിഹാരം തന്നാൽ പിന്നെ ഒരിക്കലും അതിനുവേണ്ടി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അത് പൂർണ്ണ വിടുതലാണ്, പൂർണ്ണ സൗഖ്യമാണ്. ഉരമാര കടമലവ അസ്തൽ കടാര ശൈതൽ കരാതരാധികല ഉടകൽ കടകം അടിയാര കഥ ഉടക തമ്പ വേദക്കെട്ട കുടിയാര അസ്തൽ കഥാരകടമുള്ള ദൈവത്തിലെ പൈതലെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതല് ഒരു ശക്തിക്ക് തൊടുവാൻ കഴിയും. ശ്രദ്ധിക്കുക, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിലെ 25-26 വാക്യം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-26 വാക്യം വായിച്ച്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ശ്രദ്ധിക്കുക, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ശ്രദ്ധിക്കുക, ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിക്കുവാൻ, ആ കല്ല് വലിയത് ഉരുട്ടി വെച്ച് നീക്കിക്കളയാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഭൂകമ്പം ഉണ്ടാക്കി കല്ല് ഉരുട്ടി മാറ്റി കളഞ്ഞു വെക്കൽ. ഇവിടെ ശ്രദ്ധിക്കൂ, തന്റെ ഭക്തന്മാർ പൗലോസും ശീലാസും കുറ്റം ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. അവരെന്തിനാണ് തടവറയിലാക്കിയത്? 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വെച്ച് 16-ഉം 17-ഉം ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. മക്കളെ നിർത്തി വായിക്കണമേ. ശ്രദ്ധിക്കുക, അവിടെ നിന്ന് വായിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ. ശ്രദ്ധിക്കണമേ, അവിടെ പൗലോസിന്റെയും ശീലാസിന്റെയും പിന്നാലെ ലക്ഷണം പറയുന്ന സ്ത്രീ എന്ത് ചെയ്യുക? പുറകെ ചെന്നിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ശരിയല്ലേ പറഞ്ഞത്? ആണോ? ഈ മനുഷ്യർ ദൈവത്തിന്റെ അത്യുന്നതനായ ദാസന്മാർ. വായിച്ചേ. രക്ഷാമാർഗം നിങ്ങളോട് ഇവിടെ ശ്രദ്ധിച്ച് നമ്മളാരും എന്ത് ചെയ്തേനെ? പൗലോസ് തിരിഞ്ഞ് എന്താ ചെയ്യുന്നത്? പൗലോസ് തിരിഞ്ഞ് ശാസിച്ചു. കാരണം നമ്മൾ വല്ലവരും ആയിരുന്നേ ഉപദേശം പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി 3 ദിവസം എന്ത് ചെയ്യും? താമസിപ്പിച്ച് ഉപവാസം. പുള്ളിയോട് ചോദിക്കും, ഞങ്ങളുടെ ഉള്ള ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാമോ? പുള്ളിയോട് പറയാം, ഇല്ല ഡയറി നോക്കട്ടെ. എന്താവാ? നല്ല കാര്യമല്ലേ പറയാ? സത്യമല്ലേ പറഞ്ഞു? ഇവരാരാ? ഒന്ന് ഉറക്കം പറ. ദൈവത്തിന്റെ ദാസന്മാരാ. പറഞ്ഞത് സത്യമല്ല. അവരവരെ കൃത്യമാ പറഞ്ഞത് കേട്ടോ. പ്രവാചകൻ കൃത്യമാ പറഞ്ഞത്. പക്ഷെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാർക്ക് മനസ്സിലായി ഇതേത് ആത്മാവിലാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണോ അതോ അന്യാത്മാവാണോ എന്ന് മനസ്സിലായപ്പോൾ അവൻ മുഷിഞ്ഞ് തിരിഞ്ഞ്. ഹല്ലേലൂയ.
പൗലോസ് എന്താ ചെയ്തത്? അവരെ മുഷിഞ്ഞിട്ട് ശാസിച്ചപ്പോൾ ഭൂതം വിട്ടുപോയി. യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തികളിലെ കൂടി ലഹളയുണ്ടാക്കി പൗലോസിനെ ശീലാസിനെ പിടിച്ച് വസ്ത്രമൊരിഞ്ഞ് കോലുകൊണ്ടടിച്ച് അകത്തെ ആമത്തിലാക്കി തടവറയിലിട്ടപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ! അവരെന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രതികൂലങ്ങളെ വകവെക്കാതെ വണ്ണം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ നാം തയ്യാറാകുമെങ്കിൽ ചങ്ങലയല്ല, ബന്ധനമല്ല, എല്ലാം വഴിക്കുവാൻ കഴിവുള്ള ശക്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ! ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിനറിയാൻ തക്ക സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. കാഹളം മുഴക്കുന്നത് കാഹളം മുഴക്കും, ഇടിമുഴക്കേണ്ട ഇടിമുഴക്കും. ഹല്ലേലൂയ! ഭൂകമ്പം ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് ദൈവം ഭൂകമ്പം ഉണ്ടാക്കുന്ന മനുഷ്യർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മൾ പലപ്പോഴും അർദ്ധരാത്രിയുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം പഴിചാരി മാറിയിരുന്നു കൊണ്ട് ദൈവത്തെ പഴിചാരുന്നവരോ മറ്റുള്ളവരെ പഴിചാരുന്നവരോ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധന ചെയ്യുവാൻ. ഹല്ലേലൂയ! ഈ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ചയിൽ വരെ ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ മതിയായവനായിരുന്നു. ഒരു കാര്യത്തിന് മുടക്കം വരുത്താത്ത സർവശക്തന്റെ മുമ്പിൽ ഇത് പകൽക്കാലമായിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. 42-ാം സംഘത്തിൽ 8-ാം വാക്യക്കാരൻ പറയുന്നു, ഒന്ന് വായിച്ചേ. രാത്രി സമയത്ത് പകൽ സമയത്ത് അവന് ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ട്. 42 വായിച്ചു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. കണ്ടോ? എന്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. കണ്ടോ? ശ്രദ്ധിച്ചേ. 42-ാം സംഘർത്തക്കാരൻ മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ സംഘർത്തക്കാരൻ പറയുന്നു, പകൽ നേരത്തെ യഹോവ തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ പൈതലെ ദൈവസന്നിധാനത്തെ മുട്ടുമടക്കുവാൻ നാം തയ്യാറായാൽ ഒരു ശക്തി ഇതിനെ തൊടുവാൻ കഴിയത്തില്ല, ഒരു ശക്തി ഓവർകം ചെയ്യത്തില്ല. ഹല്ലേലൂയ! ദൈവം അതിനെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം. ശ്രദ്ധിക്കുക, പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ കയ്യെ ആപത്തിലായി കാലാമത്തിലിട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി പടയാളികളുടെ നടുവിലായിരിക്കുമ്പോൾ അവർ വിചാരിച്ചില്ല, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. പൗലോസ് നീ എന്തിനാ ആ സ്ത്രീയെ ശാസിക്കാൻ പോയത്? ശീലാസോ അങ്ങോട്ട് പഴിച്ചല്ലാതെ അവർ ദൈവ സന്നിധാനത്തിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ഒരുമിച്ചിരുന്ന് അവന് വേണ്ടി പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ, ആത്മാവിലെ ശക്തി വ്യാപരിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. അല്ലെങ്കിൽ നമ്മൾ പാടും ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ചങ്ങല വരുമ്പോൾ നാം പാട്ട് പാടുവോ, നാം ആരാധിക്കുവോ, അതോ നാം തേങ്ങി മാറിയിരുന്ന് മറ്റുള്ളവരെ പഴിയാരുന്നവരോ? ദൈവത്തിലെ പൈതലെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലെ ദൈവം ഒരു നാൾ കൈവിടുന്നവനല്ല. സ്വർഗത്തിൽ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗവിധ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വരുന്നു. നോക്കുക, സ്തോത്രം. അവരെ വിടുവിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ സഹോദരിമാരെ ശ്രദ്ധിച്ച്, ആരും ചെയ്യാത്ത മറ്റുള്ളവരെല്ലാവരും കഥകടച്ച് വീടിനുള്ളിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ഒരു അസാധാരണ കാര്യം ചെയ്യുവാൻ അവരിറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവം ഇറങ്ങിച്ചെന്നു. ദൈവം തന്നെ ദൂതനെ അയച്ചു.
നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും, അസാധാരണമായ കാര്യങ്ങളായിരുന്നാലും, ഒരുത്തന്നെ ഡോക്ടർമാർ എഴുതി തള്ളിയതായിരുന്നാലും, ദൈവത്തിലെ പൈതലെ അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. ഏത് മേഖലകളിൽ കടന്നു ചെല്ലുവാൻ, ഏത് സമയത്ത് കടന്നു ചെല്ലുവാൻ അവന് വാഹനം വേണ്ട, അവന് വണ്ടി വേണ്ട, മഴ വേണ്ട, ഒന്നും പ്രതികൂലമല്ല. കാരണം ഇതൊക്കെയും അവൻ്റെ ഉള്ളങ്കരങ്ങളിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഈ കല്ലാരെ ഉരുട്ടി മാറ്റും, കല്ലാരെ ഉരുട്ടി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിടിവെപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം തന്നെയുമല്ല, ഭൂകമ്പത്തെ അയച്ചിട്ട് കല്ലിനെ ഉരുട്ടി മാറ്റി അതിനെ എന്നേക്കുമായി തിരിച്ചുരുളാതെ വണ്ണം അതിൻ്റെ മേൽ ദൂതനിരുന്നു കൊണ്ട് ജീവിതത്തിന് വേണ്ടി വഴികളെ തുറന്നു തരുവാൻ കഴിവുള്ളവൻ സെരുബ്ബാബേലേ, നിന്റെ ഉള്ള മഹാപർവ്വത വേദമില്ല. ചുടരവര ഹത്തരാരികധുര അസ്തൽ കടാരകടബലവ ശമ്പൽ കടക. നീ പർവ്വതം കണ്ടു മാറിപ്പോകേണ്ട, പ്രതികൂലങ്ങളുടെ നടുവിൽ നീ തളരേണ്ട. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവരുന്ന് പൗലോസ് പറഞ്ഞ പോലെ പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിൽ ആത്മാവിനെ ശക്തി ധരിക്കും. ഹത്തര അടകല രഗട അടകൽ കടക ഉടകല രഗടാരകട ആത്മാവിൽ നിറയെ കത്തട്ടെ. ജീവന്റെ ആരാധന വെളിപ്പെടട്ടെ. ഹനവരവര ഹത്തര ധൂടവരവര ഹസ്തൽ കരാതല റീവാര ഹത്തരെ ദീപത്തുരാജഹസ്തം ബടകം ബടകല ബൗദാരകതം ദീപൽ കടാരകടവളവ ശൈതല. ദൈവത്തിൻ്റെ പൈതലെ, പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ കണ്ടിട്ട് നാം വകവെക്കാതെ വണ്ണം ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഇമ്പീരിയൽ മുദ്രയുണ്ട്, കാവൽക്കൂട്ടമോടെയുണ്ട്, ഹല്ലേലൂയ, വലിയ കല്ലുണ്ട് എന്ന് വിചാരിച്ച് അവർ വീട്ടിൽ അടങ്ങിയിരുന്നില്ല. അധികം കൃപ ഹല്ലേലൂയ ലഭിച്ചു കിട്ടിയവൻ അധികം ദൈവത്തെ സ്നേഹിക്കണം. ഓ ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയ അവളുടെ ജീവിതത്തിലെ 7 ഭൂതങ്ങളെ പുറത്താക്കിയ ആ സർവശക്തനായ ഗുരുനാഥനെ, അവൻ്റെ രക്ഷകനെ അവന് കാണാതിരിക്കുവാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിക്കെന്താണെന്നറിയാമോ? അവൾ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. മറ്റുള്ളവരെല്ലാവരും വന്നിട്ട് എന്ത് ചെയ്തു? അവർ മടങ്ങിപ്പോയി. എന്നാൽ മറിയ വന്നത് മടങ്ങി പോകുവാനല്ല വന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തെ ആരാധിക്കുവാനാണോ വന്നത്? അതോ ജനക്കൂട്ടത്തെ കണ്ട് മടങ്ങുവാനാണോ? ഹല്ലേലൂയ. കല്ലറ കണ്ട് മടങ്ങുവാനല്ല, കല്ലറ ഉയർത്തെഴുന്നേറ്റ, മരണത്തെയും പാതാളത്തെ ജയിച്ചടക്കി 3-ാം നാൾ ഉയർത്തെഴുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മുഖാമുഖമായി കണ്ടു. ഹല്ലേലൂയ. മടങ്ങിയാൽ ജീവിതം ധന്യമായി തീരും. മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മറിയയ്ക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അവളുടെ ജീവിതത്തിൽ നാഥനില്ലാതെ പറ്റത്തിൽ. നമ്മൾ പാടി നാഥാ നീ മതി, ഹല്ലേലൂയ. പക്ഷെ അകത്താണോ? എല്ലാവരും പാടിയതാണോ? ദൈവത്തിന്റെ പൈതലെ, ആത്മാവിലെ ശക്തി അകത്ത് കയറുമ്പോൾ, ഗുരുനാഥന്റെ സ്നേഹം അകത്ത് കയറുമ്പോൾ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇരിക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ നാം തുടിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവർ എന്ത് ചെയ്തു? ദൈവത്തെ സ്തോത്രം ചെയ്തു. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവർ പറയുന്നത് ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഹല്ലേലൂയ. 366 പ്രാവശ്യവും വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നാം ആരാധിക്കുന്ന കർത്താവ് മരണത്തെ പാതാളത്തെ ജയിച്ചടക്കിക്കൊണ്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഭാഗം വിടുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിലെ 14-15 വാക്യം പെട്ടെന്ന് വായിച്ച്. കൊലോസ്യർ 2:14-15.
അതിക്രമങ്ങളാലും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ശ്രദ്ധിക്കണമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എന്താണ് ചെയ്തത്? താൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനു മുമ്പായി കാൽവറി കുലമരത്തിൽ അവൻ ചെയ്തത് എന്താണെന്ന് ആത്മാവിൽ ദർശിച്ച മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്ലീഹ ആത്മാവിൽ കണ്ടുകൊണ്ട് എഴുതുമ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, ക്രിസ്തുവിനെ കുറിച്ചാണ്, തലയെക്കുറിച്ചാണ് കൊലശലകലം പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അപ്പൊ അതിന് മുമ്പ് പറഞ്ഞെന്താ? നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ മായിച്ചു. എന്താണ് നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്ത്? ന്യായപ്രമാണം എന്ന കൈയെഴുത്ത്. എന്ത് ചെയ്തു? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാലും വാഴ്ചകളെയും അധികാരങ്ങളെയും മുമ്പ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ചു. ക്രൂശിൽ തറച്ചു. ഒരു കാലത്തും അത് തിരികെ വരുത്തില്ല. മായിച്ച് ക്രൂശിൽ തറച്ചിട്ട് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത വാക്യം വാഴ്ചകളെയും. ശ്രദ്ധിക്കണമേ, നാം ഭൗതിക ലോകത്തിൽ നോക്കുമ്പോൾ പലരും പറയാതെ പരാജയമാണെന്ന് പറയുമ്പോൾ ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ആത്മീയ ലോകത്തിൽ നടന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യമായി. ശ്രദ്ധിക്കണം, വാഴ്ചകളെ അധികാരങ്ങളെ അവരെ എല്ലാം എന്ത് ചെയ്തു? ആയുധവർഗം കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു വെപ്പിച്ചു. എന്നിട്ട് അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ പൈതലെ, നാം ഇനിയും ഭാരപ്പെടേണ്ട കാര്യമില്ല, നാം പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ശത്രുവിൻ്റെ തലയെ കാൽവരി ക്രൂശിൽ അവൻ ചതച്ചു കളഞ്ഞു. ഇനി അവൻ ഒരു നാളും എഴുന്നേറ്റ് വരികയില്ല. നമുക്ക് പ്രതികൂലമായിരുന്ന ഹല്ലേലൂയ ചട്ടങ്ങളെ കൈയെടുത്തവൻ മായിച്ചു കളഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവിടെ മേൽ എന്നേക്കുമായി ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. പത്രോസ് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, ശത്രു അലറുന്ന സിംഹം എന്ന പോലെ. ശത്രു അലറുന്ന സിംഹം എന്ന പോലെ അവൻ അലറുന്ന സിംഹമല്ല. കാരണം കാൽവറിയിൽ അവൻ്റെ തല തകർത്തു. മറ്റേ പ്രായമുള്ളവർ പറയുപോലെ പച്ചല പാമ്പിട്ട് ഇങ്ങനെ വാറ്റടിക്കുന്നല്ലാതെ ശത്രുവിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരർത്ഥവും നിനക്ക് ഭവിക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ട് അവൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു സർവശക്തനായ കർത്താവാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 51-ാം അധ്യായം 16-ാമത്തെ വാക്യവും 54-ാം അധ്യായം 17-ാമത്തെ വാക്യം മൂന്നൊക്കെ പെടുത്ത് വായിച്ചു. യെശയ്യാപ്രവചനം 45, 15, 16. ആ ആ ആ അടുത്ത വാക്യം വൈര് പറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കും. ബക്കറ്റിലൊക്കെ ഇട്ടു എന്ന കഥ നമ്മൾ വായിച്ചതാണ്, കണ്ടില്ലേ? ആ മീഡിയയിൽ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ദൈവത്തിൻ്റെ പ്രകാരം മറക്കാൻ പാടില്ല. പക്ഷെങ്കിൽ ഈ അധർമ്മ ലോകത്തിൽ, ഈ അകൃത്യം നിറഞ്ഞ ലോകത്തിൽ, പാപപങ്കുലമായ ലോകത്തിൽ, സാത്താൻ്റെ അധീനിക്കുന്ന ലോകത്തിൽ ത്വറ്റതള്ള തൻ്റെ കുഞ്ഞിനെ ബക്കറ്റിലിട്ടിട്ട് വെള്ളമൊഴിച്ചു, ഓ ഹല്ലേലൂയ, കൊന്നിട്ട് തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഹല്ലേലൂയ, അവർ നിന്നെ മറന്നാലും,
ഹല്ലേലൂയ. ഞാൻ നിന്നെ മറക്കയിൽ, അടുത്ത വാക്യം വായിച്ചപ്പെട്ടത്, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ശ്രദ്ധിക്കണമേ, നിന്റെ ബൗണ്ടറീസ് എല്ലായ്പ്പോഴും മതി എന്റെ മുമ്പിലിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ലോകത്തിലുള്ള ആരെല്ലാം നില മറന്നാലും കാൽവരിൽ തന്നെ പുണ്യാകരക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച് നമ്മെ വിടുവിച്ച ഒരു സർവശക്തനായ കർത്താവ്, അവൻ ഒരു നാളും നമ്മെ വിടുകയില്ല. മുതൽ മുടക്കിയവന്, ചങ്കിലച്ചോര തന്നവന് അവൻ നമ്മെ വിടത്തില്ല. പറയുന്നു, അവനിലെ തന്റെ ഉള്ളം കരത്തിന്റെ കീഴിൽ, കൈയുടെ നിഴലിന്റെ കീഴിൽ, ഹല്ലേലൂയ, നിന്നെ വഹിച്ച് നടത്തുവാൻ കഴിവുള്ള സർവശക്തൻ. 51:16 വായിച്ചേ. ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ, ശ്രദ്ധിക്കണമേ, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ജയം. ദൈവത്തിന്റെ പൈതലേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി. അതിനായി രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് വചനം ഭക്ഷിക്കണമെന്ന് പറയും. ഇതെന്താ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ, അല്ലേ? ഇരുവായത്തുള്ള ഏത് വാഴേക്കാളും മൂർച്ചയേറിയതാ. അതിനെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അത് പറയാൻ കാരണം, പൗലോസ് ഈ കൈസറുടെ അരമനയിൽ അല്ലെങ്കിൽ തടവിലായിരിക്കുമ്പോൾ കൈസറുള്ള സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളുണ്ടായിരുന്നു. ആ വാള് കയറിപ്പോകുന്നവൻ പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഷാർപ്പായ അതാണ്, അതിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ത്? ദൈവത്തിൻ്റെ വചനം. ഏറ്റവും കൂടുതൽ ഷാർപ്പുള്ള കത്തി പൗലോസ് കണ്ടത് അവിടെയാണ്. അത്ര കത്തി പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നിട്ടാണ് പറഞ്ഞത്, ഏത് വാളിനേക്കാളും, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിപഞ്ചകളെയും. 4:12 ഒന്ന് വായിച്ചാൽ. എബ്രായർ 4:12 പെട്ടെന്ന് വായിക്കണേ, സമയവും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മതി. അപ്പൊ ഈ വചനത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായോ? അവൻ വചനം വായിച്ചു അവരെ വിടുവിച്ചു എന്നാണ്. 1000 മൈൽ ദൂരെ ഇരുന്നാലും, ഹല്ലേലൂയ, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ കടന്നു ചെല്ലും, അവിടെ വിടുവിക്കും, അവിടെ സൗഖ്യമുണ്ടാകും. അന്ധകാര ശക്തികൾ അവിടെ അഴിഞ്ഞു മാറും. ക്ഷുദ്ര പ്രയോഗങ്ങള് നിന്നെ മുടിക്കുവാൻ, തലമുറയെ തകർക്കുവാൻ വേണ്ടി വലിച്ചു വെക്കുന്ന എല്ലാ അന്ധകാര ശക്തിയുടെ കൂട്ടങ്ങളും അവിടെ തകർന്നു വീഴും. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, 51:16 പറയുന്നു, എന്റെ വചനത്തെ നിന്റെ വായിലാക്കി. വായിച്ച 51:16. എന്റെ കൈയുടെ നിഴലിനെ മറച്ചിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? 54:17 വായിച്ചേ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ശ്രദ്ധിക്കണമേ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം എന്ത് ചെയ്യത്തില്ല? ഫലിക്കയില്ല. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന്റെ പൈതല്, നിനക്കെതിരെ ശത്രു എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. എന്തിനാ ചോദിക്കാൻ പോകുന്നത്? മിണ്ടാതെ ദൈവം തരുവീൻ, നീ മുട്ടുകുത്ത്. രേഖ എഴുതി വെച്ചെന്ന് കണ്ടപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? പോയി ചോദിക്കാൻ പോയോ? ഇല്ല. താൻ ദിവസവും ചെയ്യുന്നത് പോലെ ദൈവസന്നിധാനത്തിൽ മുട്ടുകുത്തി യെരൂശലേമിലുള്ള വാതിലുകളെ തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ചില സംശയങ്ങളുണ്ടായത് ദൈവത്തോട് ചോദിച്ചത് പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്തിനാണ് ദൈവത്തിനെ വിടുവിക്കുവാൻ കഴിയും, എന്നാൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം ദൈവം ആരാണെന്ന് അവർ കൂടെ മനസ്സിലാക്കണം. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ അഹസ്യാസ് രാജാവിന് മനസ്സിലാക്കണമെങ്കിൽ, അവിടുത്തെ ജനം മനസ്സിലാക്കണമെങ്കിൽ, ദാവീദേ അല്ല സ്തോത്രം ദാനിയേലേ നിന്നെ സുമക്കുഴിയിലിട്ടെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് സുമക്കുഴിയിലിട്ടത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഹല്ലേലൂയ. ദേശത്ത് ദൈവം ആരാണെന്ന് വെളിപ്പെടുവാൻ വേണ്ടി ചില പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ നാം പതറാതെ മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഭൂരഭാര ഹത്തര അടകൽ കടാര സൈതൽ കടാരകളോ സൈതല ദൈവത്തിന് പൈതല് അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവം. ശ്രദ്ധിക്കുക, നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. എവിടാ ഫലിക്കാതെ വന്നത്? കാൽവറി. എന്താ ചെയ്തത്? വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചിട്ട് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയത് കൊണ്ട് അവന്റെ രക്തത്തിന് വിലയായി വാങ്ങുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ശത്രുവിനെ തൊടുവാൻ അനുവദിക്കത്തില്ല. ഒന്ന് വായിച്ചപ്പെട്ടത് പെട്ടെന്ന് വായിച്ചു പോകണേ, സമയം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം വായിച്ചേ. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിന് പിന്നെ അത്ര മതി. ശ്രദ്ധിക്കണമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെറുതെയല്ല മരിച്ചത്, വെറുതെയല്ല അവൻ ഉയർത്തെഴുന്നേറ്റത്, വെറുതെയല്ല അവൻ അടക്കപ്പെട്ടത്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആത്മാവില് ഹല്ലേലൂയ കണ്ട ദൈവദാസൻ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചു. 4000 വർഷങ്ങളോളം പിതാവായ ദൈവം ആരംഭിച്ച സ്ത്രീയുടെ സന്തതി വരുന്നു. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ ഉദ്ഘാടനം ചെയ്ത ആ വചനത്തിൻ്റെ പ്രഘോഷണം പ്രവാചകന്മാരും മറ്റുള്ളവരും എന്ത് ചെയ്തു? 4000 വർഷങ്ങളായി അവരിങ്ങോട്ട് പ്രഘോഷിച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യക്ഷതയാണ് കർത്താവായ യേശുക്രിസ്തു. എവിടെയാണ്? ഗലാത്യ 4:4 പൗലോസ് ശ്ലീഹ പറയുന്നു, കാലത്തിന്റെ തികവെങ്കിൽ കാലസമ്പൂർണത വന്നപ്പോൾ. വായിച്ച 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ. ശ്രദ്ധിക്കണമേ, ഹാലൽ വെറുതെ ഇങ്ങോട്ട് ഇന്നലെ ഉണ്ടായി ഒരു മഴയ്ക്ക് കിളിച്ചു പൊളിച്ചു വന്ന ദൈവമല്ലേ എൻ്റെ ദൈവം. അവൻ കാലങ്ങളായി 4000 വർഷങ്ങളെ പ്രവചിച്ച് ഹല്ലേലൂയ പ്രഘോഷിച്ച് അതിൻ്റെ പ്രത്യക്ഷത എവിടെയാണ് വന്നത്? കാലത്തിന്റെ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച മതി. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അൺനാച്ചുറൽ സൂപ്പർ നാച്ചുറൽ ബർത്ത്. കാരണം ആർക്കും സംഭവിക്കത്തില്ല, ആർക്കും. ഹല്ലേലൂയ. സയൻസിനോ വിധത്തിൽ സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവെഴുത്തിൻ പ്രകാരം അവൻ ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അവൻ ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുത്തങ്ങ് തിരുവെഴുത്തിൻ പ്രകാരം. യെശയ്യാ വായിക്കേണ്ട 53-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ്റെ ക്രൂശീകരണവും അവൻ്റെ മരണവും അവൻ്റെ അടക്കവും എല്ലാം പ്രവാചക പുസ്തകങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് അതുതന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. നമുക്കറിയാം, എമോസിലേക്ക് പോയ ശിഷ്യന്മാരോട് അവർ ഒരുമിച്ച് നടക്കുമ്പോൾ പറയുന്നു, മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ദൃഷ്ടികളിൽ കാണപ്പെടുമ്പോൾ അത് വിശ്വസിക്കാത്തവരെ യേശു കർത്താവ് വിളിക്കുന്നു മന്ദബുദ്ധികൾ. ഇവിടെ അറിവില്ലാത്തവരായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ജനിച്ചത്? തിരുവചന പ്രകാരം. ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വായിച്ചേ, ഞങ്ങൾ അവന്റെ തേജസ്
വായിച്ചേ. ശ്രദ്ധിക്കണമേ, ഞങ്ങൾ അവൻ്റെ തേജസ്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എവിടെയാ കണ്ടത്? എവിടെയാ കണ്ടത്? യെസ്, പുസ്തകം വായിക്കത്തില്ലായിരുന്നു. എവിടെയാണ് കണ്ടത് യോഹന്നാൻ? എവിടെയാണ് പത്രോസ് കണ്ടത്? എവിടെയാണ് യാക്കോബ് കണ്ടത്? മത്തായി സുവിശേഷം 17-ാം അധ്യായം. അതിന് നിങ്ങൾ വായിക്കണ്ട, സമയം പോകുന്നുണ്ട്. 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്തു? യേശു കർത്താവ് യോഹന്നാനെയും പത്രോസെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പറയുന്ന മറുരൂപമലയിലേക്ക് കയറിപ്പോയി. വളരെ തേരിയായിരുന്നാണ് പറയുന്നത് വേദപണ്ഡിതന്മാരും അത് പോട്ടെല്ലാം പറയുന്ന വലിയ തേരിയായിരുന്നു. തേരെന്ന് മനസ്സിലായല്ലോ, കയറ്റം. ചിലക്ക് ഹിന്ദി വാക്ക് പോകാൻ ക്ഷമിക്കണം, കാരണം അറിയാതെ വന്നു പോകുന്നത് കേട്ടോ. ഈ ഒത്തിരി ലാംഗ്വേജ് പലയിടത്തൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട്. സ്തോത്രം. തേരിയായിരുന്നു, കയറിയിരുന്നു. മണ്ട ചെന്ന് 3 പേരും എന്ത് ചെയ്തു? 3 പേരും എന്ത് ചെയ്തു? ഉറക്കെ പറയുന്നത് ദൈവവാസി. ഉറങ്ങിപ്പോയി. കാരണം അത്രയ്ക്ക് കഷ്ടമായിരുന്നു ആ കയറ്റം. കയറ്റം കയറി കഴിഞ്ഞ ശേഷം 3 പേരും അവിടെ ചെന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്നപ്പോൾ അവർ കണ്ടത് എന്തുവാ? എന്തോ കണ്ടത്? നിങ്ങളാരും പുസ്തകമൊന്നും വായിക്കത്തില്ല? അല്ലെ, ഞായറാഴ്ച ദിവസം ഇവിടെ വന്നേച്ച് പോയിട്ട് പിന്നെ പുസ്തകമൊന്നും വായിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ? സ്തോത്രം. സഭയിലല്ലോ. ശ്രദ്ധിക്കണമേ, ഇവർ 3 പേരും കൂടെ തേര് കയറി മലയുടെ മുമ്പിൽ ചെന്നു. അവരവിടെ ചെന്നപ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോയി. 3 പേര് ഉറക്കം കഴിഞ്ഞിട്ട് ഉണർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ മോശയും ഏലിയാവും കർത്താവുമായി ക്രൂശീകരണത്തെക്കുറിച്ച് അങ്ങനെ അവരെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ വയ്യാത്ത വിധത്തിൽ അതിനെക്കുറിച്ച് അങ്ങനെ എഴുതാൻ പറ്റുന്നത് വേറെ വേടിക്കില്ല. അത്രയ്ക്ക് വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് 3 പേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ്ലീഹ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്താ എത്ര കൂടുതൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ? 3 കൂടിൽ. നമ്മളായിരുന്നതിന് എത്ര പറഞ്ഞായിരുന്നു? 6 ഇല്ലേ? അവർ 3 പേരില്ലേ? പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 12 പേരെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുത്തിട്ട് 3 പേരെ കൂട്ടിക്കൊണ്ടുപോകാൻ കൊള്ളത്തുള്ളായിരുന്നു. എല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒക്കെ ആയിരിക്കും, പക്ഷേ ചില കാര്യത്തിന് കൊണ്ടുപോകാൻ ചെല്ല മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാവരും വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു രാത്രി മുഴുവൻ കർത്താവ് സഭയൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു? രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് 12 പേരെ തെരഞ്ഞെടുത്തിട്ട് 9 പേരെ അവിടെ ഇട്ടിട്ട് 3 പേരെ കൂടെ കൊണ്ടുപോകാൻ തൻ്റെ മഹിമ കാണിക്കുവാൻ. സ്തോത്രം. അവിടെ യോഹന്നാൻ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. അവിടെ വന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തിൻ്റെ മഹിമ കണ്ട പിന്നെ നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. അവൻ പറയുന്നത് എന്താണ്? പത്രോസ് പറഞ്ഞു, നിനക്കും മോശയ്ക്കും ഏലിയാവിനും 3 കുടിലുണ്ടാക്കട്ടെ. നമ്മളാണെങ്കിൽ 6 ഉണ്ടാക്കിയാൽ നമ്മൾ പാടും, മണ്ണ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഇല്ലേ? ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടിയൻ മാടി വിളിച്ചാൽ മണ്ണ് ലോകര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതര ചാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ അങ്ങനെ പാടുകയാണെങ്കിൽ എന്താ ചെയ്യണം? വഴക്കുണ്ടാക്കരുത്. മണ്ണിന് വേണ്ടി കിടന്ന് ലഹള ഉണ്ടാക്കരുത്. ഒരു വല വെച്ചിട്ട് ഒരു കല്ല് വെച്ച് ഇച്ചിരി കല്ല് അങ്ങോട്ട് നീങ്ങിപ്പോയാൽ നാട്ടിലൊക്കെ പോകണം. എൻ്റെ അപ്പച്ചോ, എനിക്കറിയാവുന്ന 2 സഹോദരന്മാർ ചർച്ച പാടി കൂടുക, ഭയങ്കര വഴക്കായി, കല്ലാങ്കോട്ട് തല്ലിപ്പൊളിച്ച് അടിയായി വഴക്കായി. ഇതൊന്നും പറയാനുള്ള നേരമില്ല. ഹല്ലേലൂയ. എന്താണ്? അവർ മഹിമ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒന്നും വേണ്ട. അവർ പറയുകയാണ്, നിനക്കും മോശയ്ക്കും ഏലിയാവിനും ഞങ്ങൾ കുടിലുണ്ടാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ മഹിമ കാണാത്തത് കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അവൻ്റെ മഹിമ ദർശിച്ച ദൈവത്തിൻ്റെ ജനം, ആത്മാവിൽ അവരെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനറിയാം ഇത് വെറും
തൃണമാണ്. മണ്ണ് പ്രതി മാണിക്യത്തെ വെടിയുവാൻ ഞങ്ങൾ തയ്യാറല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് വേറെ ഒരു വ്യാഖ്യാനം കൂടെ വേറൊരാൾ പറയുന്നതാണ്, അഥവാ എഴുതാണ്, ദൈവത്തിന് സ്തോത്രം. നിദ്ര എന്ന് പറയുന്നത് മരണത്തോട് തുല്യമാണ്. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഈ ഭൗതിക ശരീരം നിദ്ര പ്രാപിച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ആയിരിക്കുമെന്നല്ല ആന്നു. കാരണം പത്രോസും യോഹന്നാനും യാക്കോബും അവരെന്ത് ചെയ്തു? ഉറക്കമെടുത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ യേശുവിനെ കണ്ടത് എങ്ങനെ കണ്ടത്? തേജസ്സേറിയോ. ഞങ്ങളവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഹല്ലേലൂയ. സഭയിൽ ദൈവത്തെ സ്തോത്രം പറയാ. യേശു ക്രിസ്തു തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൽ അടക്കി, തിരുവെഴുത്തിൽ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അവനാണ് വചനം. ഹല്ലേലൂയ. കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകത്തില്ലെന്നേ. ആരെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവത്തിൻ്റെ സ്തോത്രം ഒരു മനുഷ്യന് ചെല്ലത്തില്ല. യേശുവിൽ കൂടെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതാണ് യോഹന്നാൻ പറഞ്ഞത്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്നും അവൻ നമ്മോടുകൂടെ പാർത്ത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തേട്ട് പിതാവിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോമാലേഖനം 8:34 വായിച്ച്. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ശ്രദ്ധിക്കണവേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം പിതാവിന്റെ സ്ഥലത്ത് പോയിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുക? പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. പക്ഷവാദം എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷം പിടിച്ച് വാദിക്കുക. ഇവിടെ അഡ്വക്കേറ്റ് ആരെങ്കിലും ഉണ്ടോ? അഡ്വക്കേറ്റ് ആരെങ്കിലും ഉണ്ടോ? തെളിവിക്കുന്നു ഉണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ചേ, എന്താ ചെയ്യുന്ന കുഞ്ഞെ? വാദിക്കുന്നത് പക്ഷം പിടിച്ച എൻ്റെ കക്ഷി ചിലപ്പോൾ തെറ്റ് ചെയ്താണെങ്കിലും ശരി, വാദിച്ച് ജയിക്കാനാണ് നോക്കുന്നത്. ഇവിടെ അങ്ങനല്ല. നീതിമാനായ നമ്മുടെ കർത്താവ് തൻ്റെ രക്തം കാൽവറിയിൽ നമുക്ക് വേണ്ടി ചീന്തി തന്ന് അവൻ്റെ രക്തത്താലുള്ള വിടുതലും മോചനവും ശുദ്ധീകരണം. നമ്മുടെ പാട്ടുപാടി യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തം കഴുകലാണ്. ഹല്ലേലൂയ. അത് നമ്മെ കഴുകിയേതു. റെനി തോമസിനെ നമുക്കറിയാമോ? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. റെനി തോമസിന് സ്വന്തം ബന്ധുക്കളെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. കരിക്കമ്പില്ല കേസിൻ്റെ ചരിത്രം ഞങ്ങളുടെ അടുത്താണ് സംഭവം. അദ്ദേഹം പറഞ്ഞത്, ഏതുമായിരുന്നാലും ശരി, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള രക്തമാ. ഹല്ലേലൂയ. അത് പരിശുദ്ധ രക്തമാ, അത് നിർമ്മല രക്തമാ. ആ രക്തത്തിന് കഴിയാത്തതൊന്നുമില്ലേ? നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ പാപത്തെ കഴുകി മാറ്റുവാൻ, നിന്റെ തലമുറകളെ വിടുവിക്കുവാൻ കഴിവുള്ള യേശുവിൻ്റെ രക്തം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് കൊണ്ടിരിക്കുക. എൻ്റെ പൈതലാണ്, തുടരുത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2 എബ്രായലേഖനം 7:25 വായിച്ച്. എബ്രായർ 7:25 പുസ്തകത്തിൽ പോയില്ലയോ? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ രക്തം ജയം. ദൈവത്തിന്റെ പൈതലുകളെ വാക്യം വായിച്ചോ? ഹല്ലേലൂയ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ. ആണ്ടിലൊരിക്കൽ മാത്രം ജീവൻ ദൈവമല്ല. കണ്ണുമടച്ച് കണ്ണാടിക്കൂട്ടിലേക്ക് ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് ദൈവം. അവൻ സദാ ജീവിക്കുന്നത്. മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി 3-ാം നാൾ ജയഭേരി മുഴക്കിക്കൊണ്ട് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച്
അവിടെ മേൽ ജയോത്സവം കൊണ്ടുകൊണ്ട് പിതാവിന്റെ സന്നിധാനത്തിൽ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് സദാ ജീവിക്കുന്നവരാകെ. എന്താണ്? പൂർണ്ണമായി വിടുവിപ്പാൻ കഴിവുള്ള ദൈവം. എന്താ ആ ദൈവത്തിന്റെ പ്രത്യേകത? എന്താ? പൂർണ്ണമായി. നമ്മുടെ ഏത് വിഷയമായിരുന്നാലോ ഇന്ന് പകൽക്കാലം അവന്റെ ക്രൂശിന്റെ അരികിലേക്ക് കൊണ്ടുപോവാ, നാഥന്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ, അവന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുപോവാ. പ്രതികൂലങ്ങളെ വകവെക്കാതെ വേണം, പ്രതിസന്ധികളെ വകവെക്കാതെ വേണം. ഇതിനെ വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ തലമുറകളെ വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, കടഭാരം മാറണമെങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായിരുന്നാലും ഇന്ന് പകൽക്കാലം അവൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം തയ്യാറായാൽ അവൻ സദാ ജീവിക്കുന്ന ദൈവമാകയാൽ പൂർണ്ണമായി വിടുവിപ്പാൻ കഴിവുള്ള ദൈവം. ഒരു വാക്കുകൾ വായിക്കണമേ. വെളിപ്പാട് 1:18 ഒന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചുകൂടെ പ്രസംഗിക്കുന്നത്. വെളിപ്പാട് 1:18 വായിച്ചേ. മതി 17 ഒന്ന് വായിച്ചേ. അവനെ കണ്ടിട്ട്, ശ്രദ്ധിക്കണമേ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന് കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. ഹല്ലേലൂയ. അവൻ ആരാണ്? അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. തീർന്നില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. രക്തം ജയം. മരണത്തെ ഭയപ്പെടുന്ന വ്യക്തി ഇന്ന് പകൽക്കാലത്ത് കർത്താവ് പറയുകയാണ്, യോഹന്നാനെ, നീ പേടിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ വത്സനാണ്. നിന്നെ പത്മോസ് ദ്വീപിലാക്കിയാലും അതിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങി വരും. തീച്ചൂളയാണോ? അതിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങും. അഗ്നികുണ്ഡത്തിലാണോ? ഇറങ്ങും. സിംഹക്കുഴിയിലാണോ? ഇറങ്ങും. പത്മോസ് ദ്വീപിൽ ശ്രദ്ധിക്കുക, അവൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഞാൻ മരിച്ചവൻ, ആദിയും അന്തവും ഒടുക്കത്തവൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എവിടെയാ? യേശുവിൻ്റെ കൈവശമുണ്ട്. അങ്ങനെയെങ്കിൽ യേശു അറിയാതെ ഒരു മുടി പോലും നമ്മുടെ അടുത്ത് പൊഴിയത്തില്ല. ഒരു ശക്തിക്ക് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ എന്താ ചെയ്യുന്നത്? ലൂക്കോസ് പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവനെ വെച്ചേടെ കണ്ടു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നു. കാരണം അവന് 6 അടി മണ്ണിന് അടിമയല്ല, അവൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. അവൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. അവന് ഭൂമിയിൽ നിന്നുള്ളവനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ഒരു ശക്തിക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. മരണം പിടിച്ചു വെക്കുവാൻ, ഹല്ലേലൂയ, ഒരു ശക്തിക്ക് കഴിയത്തില്ല. മരണത്തിന് അടിമയാൻ കഴിയത്തില്ല. അവൻ മരണത്തിന് അതീതനാണ്. ചൂടാര ഹത്തര അടകൾ കടാര ഷൈതൽ കടാര കടവറോ ഷൈതല. ദൈവത്തിന്റെ പൈതലെ, നീ അവരെ ആരാധിക്കുമില്ല. ഹല്ലേലൂയ. അവൻ പുനരുത്ഥാനത്തിന് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അവൻ വെറുതെ ഇരിക്കുന്നില്ല. മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി മരണത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. ഇന്ന് പകൽക്കാലവും നമുക്കായി ജീവിക്കുന്നു. അത് കേട്ട് അവൻ എന്താ ചെയ്യുന്നത്? എബ്രായർ 9:27-28 വായിച്ചാൽ ക്ലോസ് ചെയ്യാൻ പോവാം. എബ്രായർ 7:9 ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പൈതലെ, ഒരിക്കൽ മരിക്കും. മനുഷ്യൻ്റെ ആയുസ് പറ ഉറക്കെ എന്നെ പേടിക്കുന്ന എന്തുവാ? പുല്ല് പോലാണെന്നേ. പുസ്തകത്തിൽ എഴുതിക്കുന്ന വാക്ക് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നല്ല. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. വല്ല പൂവ് 10 വർഷം പറയുന്ന പൂവാണെങ്കിൽ വാടിപ്പോയി പിന്നെ കാണും. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ, അയ്യോ ചാട്ടവും വാക്കോ കേട്ടാൽ തോന്നും ഇവിടുന്നെങ്ങും പോകത്തില്ല. അല്ലേ? ഒന്ന് മനസ്സിലാക്കിക്കേ. 90 സംഘടനക്കാരൻ പറഞ്ഞ ആ കാപ്പുള്ളി 2 ഇന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞൊരു കഷ്ടം അനുഭവിച്ച ക്ലേശിച്ച ദിവസങ്ങൾക്ക് പകരം തക്കവണ്ണം പകരം നൽകരുത്. 90 സംഘത്തിൽ മോശം പറഞ്ഞ കാര്യമാണ്. അപ്പൊ എന്താണ് പൗലോസ്ലീഹ പറയുകയാണ്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ
ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ആ വാക്യത്തിൻ്റെ അണ്ടർലൈൻ ചെയ്യുന്ന 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട വാക്യമാ. എങ്കിൽ ഒരു കാറ്റ് പറയട്ടെ, യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്നും മരിക്കുന്നില്ല, എന്നും ജീവിക്കുന്നില്ല, എന്നും ഉയർത്തെഴുന്നേൽക്കുന്നില്ല. അവൻ ഒരിക്കലായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ അർപ്പിക്കപ്പെട്ടു. അവൻ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. വായിച്ചേ. അവൻ എന്നിട്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ശ്രദ്ധിക്കണമേ, ഒരിക്കൽ താൻ അനേകരുടെ പാപങ്ങളെ മോചിക്കുവാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധാനത്തിൽ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. പാപത്തെ അവിടെ തോൽപ്പിച്ചു, വാഴ്ചകളെ, അധികാരികളെ അവിടെ ആയുധവർഗം വെപ്പിച്ച ശേഷം അവരെന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിൻ്റെ സന്നിധാനത്തിലേക്ക് വലത്തു ഭാഗത്തേക്ക് കയറിപ്പോയി അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് സദാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കർത്താവ് എന്ത് ചെയ്യാൻ പോവാ? താമസം വരാ തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഘടികാരം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയാണ്. ദിവസവും നമ്മൾ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയും. ഒരു പ്രവചനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു ഞാൻ കേട്ടു, എത്ര സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ബെഞ്ചമിൻ നെഹമ്യാവിൻ്റെ 2ാമത്തെ മന്ത്രിസഭയിൽ ഇസ്രായേൽ ദേവാലയം പണിയുമെന്ന്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ബെഞ്ചമിൻ നെഹമ്യാവിൻ്റെ 2ാമത്തെ മന്ത്രിസഭയായത്. തൻ്റെ 2ാമത്തെ മന്ത്രിസഭ തീരുന്നതിന് മുമ്പ് യെരുശലേമിൽ ദേവാലയം പണിയുമെങ്കിൽ ഒരു സമയത്ത് 2 ആലയം ഭൂമിയിലില്ല. എന്തുകൊണ്ടാണ് AD 70 ദേവാലയം തകർക്കപ്പെട്ടത്? AD 33 ജീവനുള്ള ആലയം ഇവിടെ തുടങ്ങി. അങ്ങനെയെങ്കിൽ നാം എവിടെയാണിപ്പോൾ? നമുക്കറിയത്തില്ല. ആലയം പണിയുന്നതിന് മുമ്പ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം ഇവിടെ ഒന്ന് പറന്നു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര വിദൂരമല്ല പ്രാണനാഥന്റെ വരവ്. അവൻ മേഘങ്കവാളികളെ കീറിക്കൊണ്ട് ഇറങ്ങി വരുന്നു തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. ഹല്ലേലൂയ. തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകും. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും കാണണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും കാണണം. ഹല്ലേലൂയ. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പറയട്ടെ. അങ്ങനെ 2 കൊരിന്ത്യർ 5:10 പറയുമ്പോൾ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ട. മറന്നു പോകരുത്. ഈ ചെയ്തു കൂട്ടിയനല്ല കാണിച്ചു കൂട്ടിയനല്ല തമ്പുരാൻ വീഴത്തില്ല. ഹല്ലേലൂയ. എന്തോ ചെയ്യും? അവൻ ന്യായം വിസ്തരിക്കും. എല്ലാവരും പൗലോസിനെ കൂട്ടിയാണ് പൗലോസ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷം നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. പ്രതികൂലങ്ങൾ പ്രതിസന്ധികളെ വകവെക്കാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറായാൽ ഏത് കല്ലാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഏത് പ്രതികൂലമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിനെ മാറ്റുവാൻ കഴിവുള്ള സർവശക്തി ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. ഒരു ശക്തി നമ്മെ തൊടിയേല, ഒരു ബാധ്യത കൂടാൻ തടിക്കുകയില്ല. എല്ലാം ഉള്ളിക്കാക്കടത്തുള്ള കൽപ്പിച്ചാക്കുന്ന സർവശക്തനായ കർത്താവ് എത്ര വേഗം തൻ്റെ വാനവേഗത്തിൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരാൻ പോകുന്നു. അവരോട് ഒരുമിച്ചെടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി അവൻ്റെ പത്തിൽപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കും.